നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ഏജിലാണ് അല്ലേ? പൊതുവെ എല്ലാവരുടെയും ഒരു ഡിസ്കഷനുള്ള സംഗതിയാണ്, നമ്മളൊരു ഡിജിറ്റൽ ഏജിലാണ്. ഈ ഒരു കാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ പൊതുവെ എല്ലാവരും ഈ കാലത്തൊരു അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട് ആളുകൾക്ക്. പക്ഷെ ഇതിലെന്താ വെച്ചാൽ പുതിയ കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു മനസ്സിലുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്തൊരു എന്താ പറയുക ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ആണ് എന്നാണ്. കാരണം പുതിയ പുതിയ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസം AI വരുന്നു, പുതിയ പുതിയ AI ടൂളുകൾ വരുന്നു, ആളുകൾക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നു, സിമ്പിളായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുന്നു. അങ്ങനെ പണ്ട് 10 ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരാളിന്ന് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര എളുപ്പം. കഥയും കവിതയും, പണ്ട് കഥയും കവിതയും ഒന്നും AI തന്നിരുന്നില്ല. എല്ലാവരും വിചാരിച്ചു എന്താണ് കുറച്ച് ക്രിയേറ്റീവായ കാര്യങ്ങളൊന്നും AI ചെയ്യൂല എന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ AI ചെയ്യാൻ തുടങ്ങി. AI തൊടാത്ത മേഖലകളില്ല എന്നായി. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ ഈ ഒരു കാലത്തെ യൂസ് ചെയ്യുമ്പോൾ ആളുകൾ പൊതുവെ വിചാരിക്കുക എന്താ വെച്ചാൽ ഇതൊരു ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ആണ്. ഒരു പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, അങ്ങനെ ശരിക്കും അങ്ങനെ വരുന്നു എന്നുള്ളൊരു സംഗതിയാണ്. ശരിക്കും അങ്ങനെയല്ല. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഈ ടൈപ്പ് റൈറ്റർ മാറി കമ്പ്യൂട്ടർ വന്നു, റേഡിയോ മാറി TV വന്നു, ഇങ്ങനെ പുതിയ പുതിയ മെഷീൻസ് വരും. അങ്ങനെ പുതിയ മെഷീൻസ് വരുമ്പോൾ എന്താ കുറെ കൂടി കൺവീനിയന്റ് ആവും അല്ലെ? കൺവീനിയൻസ്, അതുപോലെ സംഗതി ഫാസ്റ്റ് ആവും. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് മെഷീൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിട്ട്. അപ്പൊ അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ വരുമ്പോൾ എന്താണ് അലക്കല് കുറെ കൂടി നമുക്ക് കുറെ കൂടി എളുപ്പമാണ്, എഫേർട്ട് കുറെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു മാറ്റമല്ല ശരിക്കുള്ളത്. കാരണം നമുക്ക് സ്പീഡ് കൂടുക അല്ലെങ്കിൽ കുറെ കൂടി സൗകര്യം ഉണ്ടാവുക മാത്രമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു സിവിലൈസേഷണൽ ഷിഫ്റ്റ് കൂടിയാണ്. നമ്മുടെ വെറും എന്താ പറയാ, ഇപ്പോൾ കൃഷി വന്നപ്പോൾ എന്താ നമ്മുടെ സിവിലൈസേഷൻ മാറി അല്ലേ? അതുവരെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചപ്പോഴാണ് ആളുകൾ മറ്റെന്താ വെച്ചാൽ കാട്ടിൽ പോവുക, മൃഗങ്ങളെ വേട്ടയാടുക, അങ്ങനെ കുറെ സംഗതികളാണ് ചെയ്തിരുന്നത്. കൃഷി കണ്ടുപിടിച്ചതോടുകൂടി അലയിൽ നിർത്തി ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വില്ലേജ് ഉണ്ടായി, സമൂഹം ഉണ്ടായി, ഫാമിലി ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്തത്. അവിടെ ഒരു കൾച്ചർ, ഒരു സിവിലൈസേഷൻ രൂപപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെയുള്ള ഒരു സിവിലൈസേഷൻ ഈ ഒരു ഡിജിറ്റൽ ഏജ് കാലത്ത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനത്തെ കുറെ സ്പീഡായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവം മാറുന്നു അല്ലേ? ബിഹേവിയർ മാറുന്നു, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറുന്നു, ആറ്റിറ്റ്യൂഡ് മാറുന്നു, അതോറിറ്റി മാറുന്നു. പണ്ട് കാലത്ത് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആരാ? പേരൻസ്, മുതിർന്ന ആളുകള്, സ്കൂളിലെ ടീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് കുറെ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ നമ്മുടെ അതോറിറ്റി തന്നെ ഒരു പക്ഷെ വലിയ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. കുട്ടികളൊക്കെ ഗൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പക്ഷെ സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റ് പേരൻസോ ഒന്നും ആയിരിക്കൂല. അപ്പോൾ പല പല സംഗതികളാണ്. അപ്പം നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊത്തത്തിലുള്ള സംഗതികൾ മാറുന്നുണ്ട്. ഇപ്പോൾ സിവിലൈസേഷനിൽ ഷിഫ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആളുകൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നോടൊപ്പം തന്നെ ഈ വളരെ നല്ല മനുഷ്യരായ ആളുകളുണ്ടാവും. നമ്മൾ ഇടപെടുമ്പോഴൊക്കെ വളരെ കൂളായ മനുഷ്യർ, അവര് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ നോക്കിയിട്ടുണ്ടാവും ഭയങ്കര എന്താ പറയാ, വേറെ ചില ആളുകളെ പരിഹസിക്കുന്നു. തൻ്റെ വേറെ പാർട്ടിക്കാരൻ, വേറെ സംഘടനക്കാരൻ ഒക്കെയുള്ള ആളുകളായിരിക്കും. അപ്പൊ അവരോട് നോർമലി റിയൽ ലൈഫിൽ നല്ല നല്ല മനുഷ്യരായ ആളുകൾ വളരെ മോശമായി മറ്റുള്ളവരെ പരിഹസിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്വഭാവം മാറുന്നുണ്ട്, അതുപോലെ തോട്ട് മാറുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ മെല്ലെ മൈൻഡിലിടും, അതിങ്ങനെ ഇരുന്നിട്ട് റിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്കൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ചിന്ത ഒന്നുമില്ലല്ലോ, നേരെ ഷെയർ ചെയ്യാം. സംഗതികളാണ്, വേറെ ചിന്ത എന്നുള്ള സാധനമല്ല. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്ന് അറിയാതെ ഷെയർ ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നതാണ് വെച്ചാൽ നമ്മുടെ ചിന്താശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സംഗതി കണ്ടാൽ ഇത് ഫേക്ക് ആവാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് പോലും ചിന്തിക്കാതെ ഷെയർ ചെയ്യാൻ മാത്രമുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സംഗതി പോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. കുട്ടികൾ വളരുന്ന സാഹചര്യം, ഇപ്പൊ നമ്മളെ കൺമുന്നിലാണ് ഈ കുട്ടികൾ വളരുന്നതെങ്കിൽ പോലും എന്താണ് അവർ വേറെ തന്നെ ഒരു രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റേ ജോനാഥൻ ഹെയ്ഡ് അല്ലെ, അദ്ദേഹത്തിന്റെ ദി ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത്തരം ഈ ഇപ്പോഴത്തെ കുറെ കൂടി ആങ്സൈറ്റി ഉള്ള ജനറേഷനാണ് ഈ ഇപ്പോഴത്തെ ജനറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് ദ ഗ്രേറ്റ് റീവയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് റിവയറിംഗ് ചൈൽഡ്ഹുഡ് അല്ലേ?
ദ ഗ്രേറ്റ് റിവയറിംഗ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ചേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിന്റെ രീതി മാറിയിട്ടുള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഒരു 2000-ന് ശേഷം. അതായത് നമ്മൾ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ നിന്നും ഒരു ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു അദ്ദേഹം പറയുന്നത് ഒരു 2010 to 15 ആ ഒരു ഇടക്കാലത്താണ് ഈ ഒരു ചേഞ്ച് വന്നത്. 2010 തോന്നുന്നു സ്മാർട്ട് ഫോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻസ്റ്റ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു 2010 അദ്ദേഹം പറയുന്നുണ്ട് 2008 അദ്ദേഹം ഐഫോൺ ഇറങ്ങിയ സമയത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ സമയത്ത് സ്റ്റീവ് ജോബ്സ് അതിനെപ്പറ്റി പറഞ്ഞത് കുറച്ച് വൈറ്റ് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഐപോഡ് എന്നുള്ള ഒരു ലെവലിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ പതിയെ തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എന്താ പറയാ വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. പ്ലേ സ്റ്റോർ റീബ്രാൻഡ് ചെയ്യപ്പെടുന്നത് 2008 തന്നെ ഗൂഗിളും അത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പം ഇങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി ആപ്പുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പതിയെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ മാറ്റുന്നതിലൂടെ കുട്ടികളാണെങ്കിലും എന്താ പറയുക അവരുടെ പുറമേ എന്നുള്ള കളിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കുട്ടികൾ ഫോണിലേക്ക് സോഷ്യൽ മീഡിയ ഇപ്പം കണ്ടന്റ് ഇപ്പം കൂടുതലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഷിഫ്റ്റിംഗ് അതിനെയാണ് അദ്ദേഹം എന്തെന്ന് പറഞ്ഞത് ഗ്രേറ്റ് റിവയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന് അദ്ദേഹം കുറെ മനഃശാസ്ത്ര പഠനങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത് സാധനം മറ്റേ 2010 to 2015 കുറെ കൂടി മെന്റൽ ഹെൽത്ത് കുട്ടികൾക്ക് മോശമായി തുടങ്ങിയത്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ ആ ഒരു ഗ്രാഫ് അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്ക ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു പറയുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് ആ ഒരു റേഞ്ച്, അതായത് ആ ഒരു അസുഖങ്ങളുടെ ഒരു ഗ്രാഫ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റേസ് വരുന്നത് ഈ ഒരു ഏജിന് ശേഷമാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ആങ്ഷ്യസ് ജനറേഷൻ, അതായത് ഇപ്പൊ ഈ വളർന്നു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരാൻ കാരണം എനിക്കൊന്ന് അതിൽ അദ്ദേഹം പറയുന്നത് കമ്പാരിസൺ അല്ലെ, കുട്ടികൾ കൂടുതൽ. അതെ, അതിൽ അദ്ദേഹം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഫറെന്റ് ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പെൺകുട്ടികൾക്കാണെന്ന് അദ്ദേഹം പറയുന്നത് കൂടുതൽ എന്താ പറയാ മെന്റൽ റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് കമ്പാരിസൺ അത് എന്താ പറയാ അവരുടെ ലൈഫ് സ്റ്റൈലിനെ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു ബ്യൂട്ടി കൺസെപ്റ്റുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയൽ ഇമേജ് ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സുന്ദരികളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതിലേക്ക് എന്താ പറയാ എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാൽ അറിയാം എന്താ പറയാ ഓരോ ദിവസവും പുറത്തെടുക്കുമ്പോഴും എന്താ പറയാ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, പിന്നെ സ്റ്റൈലിങ്, ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും ഇതിലേക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട്. പക്ഷെ ഈ കണ്ടന്റ് അവർ സ്ഥിരം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെന്റൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു സംഭവം. മുമ്പൊക്കെ അതില് അദ്ദേഹം പറഞ്ഞത് ഷേപ്പ് ചെയ്യുന്നത് അല്ലെ, പുതിയ കുട്ടികളൊക്കെ ഷേപ്പ് ചെയ്യുന്നത് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി, കമ്മ്യൂണിറ്റി, അങ്ങനെ കുറെ സംഗതി, ഇപ്പൊ ടീച്ചേഴ്സ്, സ്കൂള്, ഇതൊക്കെ ആയിരുന്നു കുട്ടികളെ ഷേപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ കുട്ടികളെ ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ടെക് കമ്പനീസ്, അൽഗോരിതം, അതുപോലെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, കുട്ടികളെന്നാണ് അതിനനുസരിച്ചിട്ട് മാറേണ്ടി വരിക എന്ന് പറഞ്ഞ സംഗതി. അതായത് നമ്മുടെ കൺമുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ സംഗതിയാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം, ഐ മീൻ ആവശ്യമില്ലാത്തെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ അങ്ങനെ ഒരു ജീവിതമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളല്ലാത്ത കാര്യങ്ങളുടെ പേരിലാണ് അവരെന്തായിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ മെന്റൽ ഹെൽത്ത് ഇങ്ങനെ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, അപ്പൊ നമ്മള് ഫോണിലിരിക്കുന്ന കുട്ടികളെ നമ്മളിങ്ങനെ കുറ്റം പറയും. പക്ഷെ അതിന് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ ഫോൺ ബേസ്ഡ് അല്ലെങ്കിൽ പ്ലേ ബേസ്ഡ് ടു ഫോൺ ബേസ്ഡ് എന്നുള്ള ഷിഫ്റ്റിങ് ശരിക്കും വന്നത് പേരൻസ് കൊണ്ട് തന്നെയാണ്. അതായത് ഒരു ഘട്ടം എത്തുമ്പോൾ പേരൻസിന് കുട്ടികൾ പുറത്തു പോയി കളിക്കുന്നതിലുള്ളൊരു ടെൻഷൻ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഫുൾ ടൈം നമുക്ക് നോക്കാൻ പറ്റുന്നില്ല, അവർ വേറെ എന്തെങ്കിലും റിസ്ക് ആവുമോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു എന്താ പറയുക ലിവിങ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഇപ്പോൾ കുറേ കൂടെ ടൗൺ ഏരിയയിലേക്കൊക്കെ മാറി കഴിയുമ്പോൾ പുറത്തിറങ്ങി കളിക്കാനുള്ള സൗകര്യക്കുറവ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് നമ്മൾ ഡിവൈസ് കൊടുത്തിരുത്തും. കാരണം കുട്ടികൾ നമുക്കറിയാം പേരൻസിന് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവരുടെ ബോറടി. ഇവരുടെ ബോറടി ഉണ്ട്, ഫുൾ ടൈം ഇവർക്ക് ബോറടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കാലത്തെ കുറിച്ച് പറയുന്നത് ഡെത്ത് ഓഫ് ബോർഡ് എന്നാണ്. ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ബോർഡ് ഇല്ല എന്നുള്ളത്, ഫുൾ ടൈം എല്ലാവരും ഡിവൈസിലായതുകൊണ്ട് ബോറടിക്കാൻ ആർക്കും ഇപ്പോ സമയമില്ല. അതെ, ഇവരുടെ ബോറടി മാറ്റി കൊടുക്കേണ്ടത് നമ്മളെന്തോ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ നമ്മൾ അറിയാതെ ഫോൺ കൊടുക്കുന്നു, കുട്ടികൾ അങ്ങനെ ഡിവൈസിലിരിക്കുന്നു. അങ്ങനെയാണ് ശരിക്കും എന്ത് വന്നിട്ടുള്ളത്. അതായത് എന്താ പറയാ ഔട്ട്ഡോർ പ്ലേസിൽ നിന്ന് നമ്മൾ പതുക്കെ എങ്ങോട്ട് പിള്ളേരെ ഇൻഡോറിലേക്ക്, അതായത് പുറത്തെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി, അതായത് ഓവർ പ്രൊട്ടക്റ്റിങ്
ഫ്രം ദി ഔട്ട്ഡോർ റിസ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇൻഡോർ റിസ്കിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ലോകത്തുള്ള റിസ്കിനെ പറ്റിയിട്ട് നമ്മൾ അവയറേ അല്ല ഒരു ഘട്ടത്തിൽ. അണ്ടർ പ്രൊട്ടക്ഷൻ ഓഫ് എന്താ പറയാ ഈ വിർച്വൽ റിസ്ക് എന്നാ പറയുന്നത്. വിർച്വൽ വേൾഡിൽ പതിയിരിക്കുന്ന ചതിക്കുഴികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അത് ചതിക്കുഴികൾ ഒന്നും പെട്ടില്ലെങ്കിൽ പോലും ഇവൻ ഇത്രയും കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിലുള്ള റിസ്കിനെ പറ്റി പോലും നമ്മൾ എന്തല്ല അവെയർ അല്ല. നമ്മൾ തന്നെയാണ് ഗ്രാജുവലി എന്ത് ചെയ്തിട്ടുള്ളത്. അതില് പിന്നെ അദ്ദേഹം ഈ കാലത്ത് കുറച്ച് സൊല്യൂഷനും പറയുന്നുണ്ടല്ലോ അല്ലെ. വെച്ചാല് പിന്നെ മൂപ്പരുടെ ഒരു അഭിപ്രായത്തില് ഹൈസ്കൂൾ പ്രായമുള്ള കുട്ടികൾക്ക് ഫോൺ, എനിക്ക് തോന്നുന്നു ഫോൺ കൊടുക്കാന്നുള്ള സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്വന്തമായിട്ട് ഒരു ഡിവൈസ് കുട്ടിക്ക് ഓൺ ചെയ്യാൻ ഹൈസ്കൂളെങ്കിലും എത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് അലൗഡ് അല്ല എന്ന് പറയല്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട് 16 വയസ്സ് വരെ, എനിക്ക് തോന്നുന്നു അവിടത്തെ സെൻസിൽ 16 വയസ്സാണല്ലോ ഒരു കുട്ടികൾക്ക് അത്ര ഒരു മെച്യൂർ ആവാത്തൊരു ഏജ് ആണല്ലോ. എന്താണ് ശരി എന്താണ് കാണുന്നത്, എവിടെ അവർ എത്തിപ്പെടുന്നു, ആരാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാം. ചെറിയ കുട്ടികൾ പോലും റോബ്ലോക്സും കാര്യങ്ങളും കളിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ ആൾക്കാരുമായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് സൊല്യൂഷൻസും അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട്. അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവുന്നല്ല, പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് എന്താ പറയാ ഒരു റീതിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇപ്പോൾ പേരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന് വാല്യൂ കിട്ടുന്ന ഒരു ബുക്കാണ് ഈ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്.